everyone, welcome back to Catalyst Education. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ബാങ്കിങ് പറയുന്ന പോലെ തന്നെ ഒരു ബിസിനസ് സർവീസ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നതും. ഇൻഷുറൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇൻഷുറൻസിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 1 മാർക്കിനും ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് പലതും എടുത്ത് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവാം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വിശ്വാസം. അതായത് ഇവിടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇൻഷുർഡും ഇൻഷുററും ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ. അതായത് ഇൻഷുർഡിന് സംഭവിക്കുന്ന ഒരു ലോസ് ഇൻഷുറർ എന്ത് ചെയ്തോളാം, നികത്തി കൊടുത്തോളാം. അത്തരത്തിലൊരു ലോസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് കോമ്പൻസേഷൻ ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതാണ് ഇൻഷുറൻസിൽ സംഭവിക്കുന്നത്. സോ അത്തരത്തിൽ രണ്ടുപേരും ഒരു എഗ്രിമെന്റിലേക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വിശ്വാസം ഉണ്ടാവണം. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് കേട്ടോ. അതായത് this principles means that both the insured and the insurer must be honest to each other. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം, സത്യസന്ധത പുലർത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് ഇൻഷുർഡ് എന്ത് ചെയ്യണം, ഇൻഷുർഡിന്റെ സബ്ജക്ട് മാറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഓൾറെഡി എന്തുണ്ട്, ഹാർട്ടിന് എന്തോ ഇഷ്യൂ ഉള്ള ആളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തു, അസുഖം ഉള്ളത് മറച്ചു വെച്ചു. അങ്ങനെയാണോ നമ്മൾ പോകേണ്ടത്? അവിടെ ഒരു തെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതാവരുത്. നമ്മുടെ സബ്ജക്ട് മാറ്റർ എന്താണോ, എന്തിന്റെ മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ നല്ല രീതിക്ക് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി, അതായത് ഇൻഷുറർ ആണെങ്കിലും ഈ ഒരു ഇൻഷുറൻസിന് പറ്റിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എത്തരത്തിലുള്ള ലോസ് ആണ് അവർ കവർ ചെയ്യുന്നത്, എത്ര എമൗണ്ട് വരെയാണ് അവർ കവർ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷുർഡിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുറൻസ് എടുക്കുന്ന ആളിനെയാണ് കേട്ടോ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇൻഷുർഡിന് സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നല്ല രീതിക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. അതല്ലെങ്കിൽ അത് വോയിഡ് ആവും. വോയിഡ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്? വാലിഡ് അല്ലാതെ ആവും, അതിനൊരു വില ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഇൻഷുർഡിന് സബ്ജക്ട് മാറ്റർ, നമ്മളിപ്പോ ഒരു വീടിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് വിചാരിച്ചാല് ആ വീടിനെയാണല്ലോ നമ്മൾ സബ്ജക്ട് മാറ്റർ എന്ന് വിളിക്കുന്നത്. ആ വീടിന്റെ മുകളിൽ ആർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം? ഇൻഷുർഡിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനി ഇൻഷുർഡിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ വീടിനോട് ഒരു ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ട് എന്നാണോ? അങ്ങനെയല്ല. ആ വീട് നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ നമ്മുടെ ഇൻഷുർഡിന് ഒരു വലിയ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഷുർഡിന്റെ ഇൻട്രസ്റ്റ്, അതായത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഇൻഷുർഡിന് സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വാലിഡ് ആവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിന്റെ കോൺട്രാക്ട് എന്തായി പോവും? വോയിഡ് ആയി പോവും എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾ ആണ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് നഷ്ടപരിഹാരം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറർ കോമ്പൻസേറ്റ് ദ ഇൻഷുർഡ് ഫോർ ദ ആക്ച്വൽ ലോസ് സഫേർഡ്. എത്രയാണോ നമ്മുടെ ഇൻഷുർഡിന് ആക്ച്വൽ ലോസ് ഉണ്ടാവുന്നത്, ആ ലോസ് ആര് കവർ ചെയ്യും? നമ്മുടെ ഇൻഷുറർ നമ്മുടെ ഇൻഷുർഡിന് കവറപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മുടെ പോളിസി, ഫോർ എക്സാമ്പിൾ നമ്മൾ പോളിസി എടുത്തിട്ടുള്ളത് 10 ലക്ഷത്തിനാണെന്ന് വിചാരിക്കുക കേട്ടോ. 10 lakhsന്റെ പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫാക്ടറിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എടുത്തത്. ഫാക്ടറിയിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചു. തീപിടുത്തം കൊണ്ട് നമ്മുടെ ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങൾ നശിച്ചു പോയെന്ന് വിചാരിക്കുക. നഷ്ടം കണക്കാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 5 ലക്ഷത്തിന്റെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്. ഇതിൽ നമ്മുടെ ഇൻഷുറർ നമുക്ക് 10 ലക്ഷമാണോ 5 ലക്ഷമാണോ കോമ്പൻസേറ്റ് ചെയ്യുക? നമ്മുടെ പോളിസി എടുത്ത എമൗണ്ട് എത്രയാണ്? 10 lakhs ആണ് കേട്ടോ. പോളിസി എമൗണ്ട് 10 lakhs ആണ്. പക്ഷെ നമുക്ക് നഷ്ടം സംഭവിച്ചത് 5 ലക്ഷത്തിന്റെ മാത്രമാണ്. അതായത് ആക്ച്വൽ ലോസ് എത്രയാണ് വരുന്നത്? ആക്ച്വൽ ലോസ് നമുക്ക് 5 ലക്ഷമാണ് വരുന്നതെങ്കിൽ ഇൻഷുറർ നമുക്ക് ആക്ച്വൽ ലോസ് എത്രയാണോ അത്രയും ആയിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പോളിസി എടുത്ത എമൗണ്ട് അല്ല, നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നഷ്ടം എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് കണക്കാക്കിയിട്ട് അതാണ് നമ്മുടെ ഇൻഷുർഡിന് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് ആക്ച്വൽ ലോസ് എത്രയാണോ അതാണ് ഇൻഷുർഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇൻഷുറർ കൊടുക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ?
പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കുക, പേയ്മെന്റ് ഈസ് either the actual loss or the policy amount whichever is less. നമ്മുടെ പോളിസി എമൗണ്ട് ആണോ അല്ലെങ്കിൽ ആക്ച്വൽ ലോസ് ആണോ കുറവ്, അതായിരിക്കും ഇൻഷുർഡ് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ പോളിസി എമൗണ്ട് ഈ ഒരു എക്സാമ്പിളിൽ 10 ലക്ഷമായിരുന്നു, നമ്മുടെ ആക്ച്വൽ ലോസ് പക്ഷെ 5 ലക്ഷമേ ഉള്ളൂ. സോ whichever is less അതാണ് നമ്മുടെ ഇൻഷുററിന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കേസ് സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 5 ലക്ഷമായിരിക്കും ഇൻഷുർഡിന് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നോക്കുക, ഇത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് നമ്മുടെ പോളിസി എമൗണ്ട് 5 ലക്ഷമാണ്, പക്ഷെ ആക്ച്വൽ ലോസ് നമുക്ക് സംഭവിച്ചത് എത്രയാണ്, 10 lakhs ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻഷുർഡിന് എത്രയായിരിക്കും കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുക? ആക്ച്വൽ ലോസ് 10 ലക്ഷം ഉണ്ട്, പക്ഷെ നമ്മൾ ഇത് ഇൻഷുറൻസ് വെറും 5 ലക്ഷമാണെങ്കിൽ ആ ഒരു പോളിസി എമൗണ്ട് ആയിരിക്കും ഇൻഷുർഡിന് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. സോ അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. നെക്സ്റ്റ് നോക്കാം നമുക്ക്. സോ നമ്മുടെ 4ാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോസ പ്രോക്സിമ. അതായത് അതിന്റെ മീനിങ് ആണ് പ്രോക്സിമേറ്റ് കോസ്. പ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് കോസ്. അതായത് നമ്മുടെ ഇൻഷുർഡിന് സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറർ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനായിട്ട് നിയറസ്റ്റ് കോസ് വിൽ ബി കൺസിഡേർഡ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുത്തുള്ള റീസൺ എന്താണ്, അത് ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പൊ നമുക്ക് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 പിക്ചർ തന്നിട്ടുണ്ട്. അതില് വീട്, ഇപ്പൊ വീടാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ ഇരിക്കട്ടെ. ഒരു സെക്കൻഡ് പിക്ചറിൽ നോക്കുക, വീട് കത്തി നശിച്ചു. നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിന്റെ ആ ഒരു ഇതില് പോളിസിന്റെ അണ്ടറിൽ ആയിരുന്നു എന്ന് വിചാരിക്കുക. അതായത് തീ കൊണ്ട് നമ്മുടെ വീട് നശിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോമ്പൻസേഷൻ കിട്ടുന്നതാണെങ്കിൽ ഫയർ കൊണ്ട് നമ്മുടെ വീട് നശിച്ചു പോയാൽ നമുക്ക് ഇവിടെ കോമ്പൻസേഷൻ പേയബിൾ ആണ്. അതല്ല, ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് കൊണ്ടാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. മുന്നേ നമ്മുടെ വീട്ടിൽ എന്ത് വന്നിട്ടുണ്ട്, ഫ്ലഡ് കൊണ്ട് നമ്മുടെ വീട്ടില് വെള്ളം വന്നിട്ട് ഒരുപാട് തവണ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, പിന്നെ പഴക്കമുള്ള വീടാണ്, വേറെ കുറെ കാരണങ്ങളുണ്ട്. അങ്ങനെ ചെയിൻ ഓഫ് ഇവന്റ്സ് ഉണ്ട് നമ്മുടെ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റിലെ നിയറസ്റ്റ് കോസ് നോക്കും, കാരണം നോക്കും. അത് നമ്മുടെ ഇൻഷുറൻസ് പോളിസിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ. അതല്ല, നമ്മുടെ വീട് നശിക്കാനായിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ റീസൺ എന്താ നോക്കിയിട്ട് അത് നമ്മുടെ പോളിസിയിൽ വരുന്നതല്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ക്ലെയിം കിട്ടില്ല. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. കോസ പ്രോക്സിമ അതല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയും. അതായത് കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നിയറസ്റ്റ് കോസിനെ ആയിരിക്കും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാരണം കൊണ്ട്, ഏത് കാരണം കൊണ്ടാണോ നമുക്ക് നാശനഷ്ടം സംഭവിച്ചത് അത് നമ്മുടെ ഇൻഷുറൻസ് പോളിസിന്റെ അണ്ടറിൽ വരുന്നതാണോ എങ്കിൽ മാത്രമേ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. നമ്മുടെ 5ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സബ്രഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ എന്ന് പറയും. എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്? ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലോസ് ദ ഹോൾ റൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് എൻടൈറ്റിൽഡ് വിത്ത് ദ ഇൻഷുറർ. അതായത് നമ്മുടെ ഫാക്ടറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫാക്ടറി എന്ത് ചെയ്തു, ഫയർ കൊണ്ട് കത്തി നശിച്ചു. നമുക്ക് ഇൻഷുറർ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കോമ്പൻസേഷൻ തന്നിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ആ കത്തി നശിച്ചതിന്റെ ബാക്കി പ്രോപ്പർട്ടി നമ്മുടെ പേരിലിരിക്കോ? ഇല്ല. നമുക്ക് ആക്ച്വൽ ലോസ് നോക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നീട് ആ ഒരു പ്രോപ്പർട്ടിന്റെ റൈറ്റ് ആർക്ക് പോവും, നമ്മുടെ കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അതായത് ഇൻഷുറർക്ക് പോവും. പിന്നീട് ആ ഒരു പ്രോപ്പർട്ടിന്റെ മുകളിൽ അത് വിറ്റിട്ടോ അതിന്റെ സ്ക്രാപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ വിറ്റിട്ടോ ഒരു പ്രോഫിറ്റും എടുക്കാൻ ആർക്ക് പറ്റില്ല, ഇൻഷുർഡിന് പറ്റില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷനിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നമുക്ക് ഒരു റൈറ്റും ഉണ്ടായിരിക്കില്ല. ആ റൈറ്റ് ആർക്ക് പോവും, ഇൻഷുറൻസ് കമ്പനിക്ക് പോകും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 6ാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോൺട്രിബ്യൂഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. When the same subject matter is insured with a different insurers, the actual amount of loss is divided among വാരിയസ് ഇൻഷുറൻസ്. അതായത് നമുക്കൊരു കമ്പനി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫാക്ടറി ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ 10 lakhs എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫാക്ടറിന്റെ മുകളിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വേറെ ഒരു ഇൻഷുററിന്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ഒരു 10 lakhsന്റെ പോളിസി ആ സെയിം ഫാക്ടറിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പിന്നീട് നമ്മുടെ ഫാക്ടറിക്ക് ഒരു ലോസ് സംഭവിച്ചു. ആ ലോസ് കണക്കാക്കിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, 10 ലക്ഷത്തിന്റെ ലോസ് കണ്ടുപിടിച്ചു കേട്ടോ. 10 lakhsന്റെ ആക്ച്വൽ ലോസ് നമ്മുടെ ഫാക്ടറിക്ക് വന്നു എന്ന് വിചാരിക്കുക. ഫയറോ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യം കൊണ്ട് നമ്മുടെ ഫാക്ടറിക്ക് 10 ലക്ഷം നഷ്ടം സംഭവിച്ചാല് 2 ഇൻഷുറൻസും കൂടി നമുക്ക് 10 ലക്ഷം അതായത് 20 ലക്ഷം നമുക്ക് കിട്ടുമോ? ഇല്ല.
കോൺട്രിബ്യൂഷൻ, അതായത് ഒരേ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നമ്മൾ ഒന്നിലധികം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ലോസ് എത്രയാണോ അത് ഈ ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഷെയർ ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് ആ ആക്ച്വൽ ലോസിന്റെ അമൗണ്ട് തരുന്നത്. അതായത് ഇവിടെ ഈ ഒരു കേസിൽ ഈ ഇൻഷുറർ നമുക്ക് 5 ലക്ഷവും അതുപോലെ തന്നെ ഈ ഇൻഷുററിന് നമുക്ക് 5 ലക്ഷവും, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, മൊത്തത്തിൽ നമുക്ക് 10 lakhs ആക്ച്വൽ ലോസ് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഒരേ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ നമ്മൾ ഒന്നിലധികം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആക്ച്വൽ ലോസ് എത്രയാണോ വരുന്നത് അത് നമ്മുടെ ഇൻഷുറൻസിന്റെ അടുത്ത് നിന്ന് അവർ ഷെയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക. അല്ലാതെ പോളിസി എമൗണ്ട് രണ്ടുപേരും നമുക്ക് വീണ്ടും വീണ്ടും തരുന്നതായിരിക്കില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് വരുന്നതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. അതായത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻഷുർഡ് ടു ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ് ദ ലോസ് ഓർ ഡാമേജ്. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫാക്ടറി ഇങ്ങനെ കത്തി നശിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ എന്താ വിചാരിക്കുന്നത്, യെസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫാക്ടറിന്റെ മുകളിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതവിടെ കത്തിക്കോട്ടെ, ഇൻഷുറൻസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കി നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, നമ്മുടെ ലോസ് അല്ലെങ്കിൽ ഡാമേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സ്റ്റെപ്പ് എടുക്കണോ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ തീ അണയ്ക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസിൽ പറയുന്നത്. കാരണം നമുക്ക് ക്ലെയിം തരുന്നതിന് മുന്നേ അവരതൊക്കെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇതാണ് നമ്മുടെ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് ഷോർട്ടേഴ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അല്ലെ? സോ ഇത്തരത്തിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.